നമുക്ക് ക്യാരമൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിപ്പായസമാണ് കേട്ടോ. അപ്പോൾ അരിപ്പായസത്തിന് ഈ കളർ എങ്ങനെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അടപ്പായസത്തിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ അരിപ്പായസത്തിൽ ചെയ്യുമ്പോൾ ഇത് ഈ ഒരു കളറിലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പായസം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇനി സേമിയ പായസം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു അരിപ്പായസം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒറ്റ പാത്രത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. 2-3 പാത്രങ്ങളൊന്നും എടുക്കണ്ട നമുക്ക് ഈ പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അരിപ്പായസം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് തന്നെ എടുക്കണം കേട്ടോ, അല്ലാതെ ജീരകശാല അരി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചവ്വരി, ഒരു 3 ടേബിൾ സ്പൂൺ ചവ്വരി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് മതി, ഓവറായിട്ട് സോക്ക് ചെയ്യേണ്ട. പിന്നെ 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്റർ പാലാണ് നമ്മൾ 1 കപ്പ് റൈസിനായിട്ട് എടുക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളം വേണം. പിന്നെ പഞ്ചസാര 1/2 മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബസ്മതി റൈസ് ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. റൈസ് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കഴുകിയിട്ട് ഉടനെ തന്നെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മളിപ്പോൾ കുക്കറിലാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനാണ് നമ്മൾ ഇതുപോലെ വെള്ളവും പാലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇപ്പോൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ സോക്ക് ചെയ്തത്. അപ്പോൾ ചവ്വരി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലും ചെയ്യാം കേട്ടോ. ഈ പായസം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ സമയം കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ ലിഡ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം, ചെറിയ ബർണറിൽ. വലിയ ബർണറിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് വിസിൽ വരേണ്ട ആവശ്യമില്ല. വിസിൽ വന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ വിസിൽ വരേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ റൈസ് വേഗം കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ 8 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് 8 മിനിറ്റ് വയ്ക്കുക ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാല് വീണ്ടും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. വെയിറ്റ് ഇട്ടിട്ട് തന്നെ അടച്ചു വയ്ക്കാം. വിസിൽ വന്നാൽ നമ്മൾ ഈ വെയിറ്റ് ഒന്ന് പൊക്കിയിട്ട് പ്രഷർ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓവർ കുക്കായൊന്നും പോവില്ല റൈസ്. കുറച്ച് കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ പായസത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് കുക്കായി വരട്ടെ. ഒരു 8 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കുക. ലോ ഫ്ലെയിമിലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ സമയത്ത് തന്നെ പാലും തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയെല്ലാം എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രഷറൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി തുറക്കാം. നമ്മുടെ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല്. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടോ, റൈസ് ഓവറായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ ചവ്വരിയും കുക്കായിട്ടുണ്ട്. ചവ്വരിയൊക്കെ ഇടയ്ക്ക് കാണാൻ കിട്ടും നമുക്ക് ഇതുപോലെ. ചവ്വരിയും ഓവറായിട്ട് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഇതുണ്ടോ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ക്യാരമലൈസ് ചെയ്ത് ചേർക്കാനും ഒരു 1/2 കപ്പ് ഈ പായസത്തിലേക്ക് ചേർക്കാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്താം കേട്ടോ. മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മധുരം ചെക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ മധുരം ചെക്ക് ചെയ്യുമ്പോൾ മധുരം കുറവായിരിക്കും. പിന്നെ ആ ക്യാരമലും കൂടി വരുമ്പോൾ
മധുരം കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ കാരമലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മധുരം ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മധുരം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പാല് തിളപ്പിച്ചൊഴിക്കണം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും, വീണ്ടും ലൂസായി പോവും. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള പായസമല്ല ഇത്, കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ ഇപ്പോൾ വൈറ്റ് കളറിലെ പായസം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 കപ്പ് പഞ്ചസാരയും ഇതിലേക്ക് തന്നെ ചേർക്കാം, കാരമൽ ചെയ്ത് ചേർക്കണം എന്നില്ല. അപ്പോൾ ഒരു പായസത്തിൻ്റെ കളറൊന്ന് മാറി ഒന്ന് വന്ന് ഒരു പാലടയുടെയൊക്കെ കളറായി വരണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാരമലൈസ് ചെയ്ത് ചേർത്താൽ മതി. നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ മാറ്റി വെച്ചിട്ട് ഇനി കാരമൽ റെഡിയാക്കി എടുക്കാം. ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാനുള്ള സമയം അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമേ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കരുത്, അപ്പോൾ നമ്മുടെ അരിയും ചൗരിയും കുക്കായി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിയും ചൗരിയും കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പഞ്ചസാര ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഏലക്കപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്മതി റൈസിൻ്റെ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ പിന്നെ ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ബസ്മതി റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് മിസ്സാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഏലക്കപ്പൊടി ചേർക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പാലട പായസത്തിൽ നമ്മൾ ഏലക്കപ്പൊടി ചേർക്കാറില്ലല്ലോ. നമ്മളെപ്പോഴും പാലടയിൽ ഏലക്കപ്പൊടിയൊന്നും ചേർക്കാതെയാണ് പായസം റെഡിയാക്കുന്നത്. ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ബർണറിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. മെൽറ്റായി തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ കാരമൽ ഉണ്ടാക്കുന്ന പോലെ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട, പഞ്ചസാര മാത്രം ചേർത്തിട്ട് കാരമൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ റെഡിയായി തുടങ്ങി. നമ്മുടെ പായസത്തിന് എത്ര കളർ വേണം എന്നുള്ളതനുസരിച്ച് നമ്മുടെ കാരമലിൻ്റെ കളർ നമ്മൾ തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഡാർക്കാക്കിയാണ് എടുക്കുന്നത്. ഒരുപാട് ഡാർക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിന് കയ്പ്പായി പോവും, പഞ്ചസാര കരിഞ്ഞു പോയിട്ട്. ഒരു മീഡിയം ബ്രൗണിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കളറായി വരുന്ന രീതിയിൽ നമ്മളൊന്ന് കാരമൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുന്നുണ്ട്. നമുക്കൊന്ന് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ കളർ മാറി വന്നോളും. വല്ലാതെ അങ്ങ് തിളച്ചു പോകണ്ട കേട്ടോ, ഒന്ന് കളർ മാറിയാൽ മതി. ഇപ്പോൾ കണ്ടോ കളർ മാറി മാറി വരുന്നത്. ഞാനിങ്ങനെ സ്പൂണിലെടുക്കുമ്പോഴേ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര തിളച്ചു തുടങ്ങി, കാരമലിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അധികം ഫ്ലെയിമിൽ വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വേഗം കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. നമുക്ക് കാരമൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പായസം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ കാരമലൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നോളും. നിങ്ങൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പായസത്തിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പായസം വീണ്ടും കുറുകിപ്പോവും. വല്ലാതെ കുറുകി കഴിഞ്ഞാൽ അരിപ്പായസത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല, നമ്മൾ കട്ടിയായിട്ട് പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പായസം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി കാഷ്നട്ടും റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വേറെ പാൻ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ കുറച്ചധികം നെയ്യൊക്കെ ചേർത്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, അപ്പോൾ നെയ്യ് ഒരുപാട് ഓവറായിട്ട് ചൂടായി പോകുന്നതിന് മുന്നേ കാഷ്നട്ട് ചേർക്കുകയാണെങ്കിൽ കാഷ്നട്ട് കറക്റ്റായിട്ട് കുക്കായി കിട്ടും കേട്ടോ. വല്ലാതെ ബ്രൗൺ ആയി പോവാതെ കുക്കായി കിട്ടും. ഇനി കാഷ്നട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളർ മാറിയിട്ട് റൈസിൻസ് ചേർക്കരുത്. അത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ട് കളർ മാറിക്കഴിഞ്ഞിട്ട് റൈസിൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസിൻസിൻ്റെ പാകം കറക്റ്റായി വരുമ്പോൾ കാഷ്നട്ട് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കാഷ്നട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ റൈസിൻസ് ചേർക്കാമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന റൈസിൻസും കൂടി ആഡ് ചെയ്യാം.
റൈസിൻസിലുള്ള വെള്ളം തുടച്ച് മാറ്റിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ തുടച്ച് എടുക്കേണ്ടത്. ഇനി റൈസിൻസും കൂടെ ഒന്ന് വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് പായസത്തിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പായസം കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികളൊക്കെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കൂടുതൽ ഷെയർ ചെയ്താലേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.